السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ റുക്നായ അർ-റുക്നു الثاني മിൻ ഉസൂലിൽ ഈമാൻ. വിശ്വാസകാര്യങ്ങളിൽ രണ്ടാമത്തെ അടിസ്ഥാനമായ സ്തംഭമായ അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളിലുള്ള വിശ്വാസം. നമ്മുടെ നോട്ടിലുള്ള ആ ഒരു ഭാഗം ശ്രദ്ധിക്കുക. അൽ ഈമാനു ബിൽ മലായിക. ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശ്വാസം. ബിൽ മലായിക, മലക്കുകളിലുള്ള വിശ്വാസം. ഒന്നാമത്തെ ഒരു കാര്യം ഞാനിങ്ങനെ പോയിന്റാക്കിയിട്ട് ഇങ്ങനെ പറയാം. ഒരു ക്ലാസ് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പഠന രൂപത്തിലായിരിക്കും ഇൻഷാ അല്ലാഹ്. മലക് എന്നുള്ള വാക്ക് അതിന്റെ ജംആണ്, അതിന്റെ ബഹുവചന രൂപമാണ്. മലായിക് അല്ലെ മലായിക്കത്ത്, മലായിക് എന്നും അതുപോലെ തന്നെ മലായിക്കത്ത് എന്നും പറയും. ഈ പദം എവിടുന്നാണ് വന്നത് എന്നുള്ള ചർച്ച ഉണ്ട്. നമ്മളതിന്റെ വിശദമായ ചർച്ചയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അത് അറബി ഭാഷ, അതുപോലെ തന്നെ ആളുകൾക്ക് കൂടുതൽ പഠിക്കാവുന്ന ആളുകൾക്ക് അറബി കിതാബുകളിൽ നിന്ന് പഠിക്കാം. ചുരുക്കി നമ്മൾക്ക് ആവശ്യമുള്ളത് പറയാം. അലൂഖ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ പദം വന്നിട്ടുള്ളത് എന്നാണ് ഒരു അഭിപ്രായം. അലൂഖത്ത് എന്ന് പറഞ്ഞാൽ റിസാലത്ത് എന്നാണ്, സന്ദേശം. മലക് എന്ന് പറഞ്ഞാൽ ഹാമിലുൽ അലൂഖ, സന്ദേശവാഹകൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു തആലയിൽ നിന്നുള്ള സന്ദേശം കൊണ്ടുവരുന്ന ദൂതന്മാർ, റസൂലുമാർ എന്നൊക്കെയായിരിക്കും അതിന്റെ ഭാഷാർത്ഥവും അതുപോലെ തന്നെ സാങ്കേതിക അർത്ഥവും ശർഈയായ അർത്ഥവും തമ്മിലുള്ള ബന്ധം. വീഡിയോ ഓൺ ആക്കണ്ട കേട്ടോ അവനെ. അപ്പൊ മലക് എന്നുള്ളതിന്റെ ബഹുവചന രൂപമാണ് അൽ മലായിക. വിശുദ്ധ ഖുർആനിൽ 88 തവണ മലക്, മലക്കൈൻ, മലായിക എന്നുള്ള വാക്ക് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. മലക്, മലക്കൈൻ, മലായിക എന്ന ഈ 3 രൂപത്തിലാണ്. മലക് എന്നതിന്റെ ദ്വിവചനമാണല്ലോ മലക്കൈൻ, മലക്കാനി. മലക്കൈൻ എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മലായിക. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ശർഈയായ അർത്ഥം പണ്ഡിതന്മാർ പറയാറുള്ളത്, സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞു, അൽ മലായികത്തു ഖൽഖും മിൻ ഖൽഖില്ലാഹ് ഫി ആലമിൽ ഗൈബ്. ദൃശ്യലോകത്തുള്ള അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഖലഖഹുമുല്ലാഹു ലിഇബാദതിഹി, അല്ലാഹു തആല അവരെ അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്.
വലിതൻഫീദി അവാമിരിഹി സുബ്ഹാനഹു വതആല, അതുപോലെ തന്നെ അള്ളാഹ് കൊടുക്കുന്ന കൽപ്പനകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുമാണ് മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. വഹും അസ്നാഫ്, അവർ വ്യത്യസ്ത രൂപത്തിലാണ്, അഥവാ മലക്കുകൾ പല രൂപത്തിലുണ്ട്. കുല്ലു സിൻഫിൻ ലഹു അമലുൻ മുവക്കലുൻ ബിഹി വയഖൂമു ബിഹി, ഓരോ മലക്കുകൾക്കും അവരുടേതായ അവർ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്, ജോലികളുണ്ട്, അതവർ നിർവഹിക്കും. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ, അള്ളാഹുവിനെ ഒരിക്കലും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരായി ഒന്നും അവർ ചെയ്യുകയില്ല. കൽപ്പിക്കപ്പെട്ടതെന്തോ അത് പൂർണ്ണമായി ചെയ്യുന്ന ആളുകളാണ് മലക്കുകൾ. ഇതാണ് മലക്കുകൾ എന്നതിനെ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് നിർവചിച്ചിട്ടുള്ളത്. മലക്കുകളിലെ വിശ്വാസം, അതിന്റെ തെളിവ് വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാവുന്നതാണ്. ഇപ്പോ ആമനർ റസൂൽ, അല്ലേ? ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. ഇവിടെ നമ്മൾ ഇപ്പോൾ അമറാസുസാന്റെ ക്ലാസ് കഴിഞ്ഞു, ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ വരും. ഇതിൽ പറയുന്ന പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം തെളിവുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ഹദീസിൽ നിന്നുള്ള തെളിവ് എന്താ? മലക്കുകളുടെ വിശ്വാസം, അതിനുള്ള ഹദീസിൽ നിന്നുള്ള തെളിവ് എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ടാകുക. ഏതാ? ഹദീസു ജിബ്രീൽ, അല്ലേ? ഹദീസു ജിബ്രീലിൽ ഖ്ബിർനി അനിൽ ഈമാൻ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി എന്താ? അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി. മലക്കുകളുടെ വിശ്വാസം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖ് എന്ന് തുടങ്ങുന്ന ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖ് വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായിക. വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും ധാരാളം തെളിവുകൾ നമുക്ക് കാണാം. തയ്യിബ്. ഇനി ഈ നോട്ടിലുള്ള കാര്യം നോക്കൂ. അൽ ഈമാനു ബിൽ മലായികതി യതദമ്മനു അർബഅത ഉമൂർ. അൽ ഈമാനു ബിൽ മലായികതി, മലക്കുകളിലുള്ള വിശ്വാസം, യതദമ്മനു, അത് ഉൾക്കൊള്ളുന്നു, അർബഅത ഉമൂർ, 4 കാര്യങ്ങൾ, 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. മലക്കുകളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. അൽ അവ്വൽ, ഒന്നാമത്തെ കാര്യം, അൽ ഈമാനു ബി വുജൂദിഹിം, മലക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പ്രത്യേകതരം സൃഷ്ടികളായി മലക്കുകൾ ഉണ്ട്. അവരുടെ സത്തയിൽ നമ്മൾ വിശ്വസിക്കണം. മലക്കുകൾ ഉണ്ട്. അൽ ഈമാനു ബി വുജൂദിഹിം, മലക്കുകളുടെ വുജൂദിൽ നമ്മൾ വിശ്വസിക്കണം. മലക്കുകൾ ഉണ്ടോ വിശ്വസിക്കണം, ഉറച്ചു വിശ്വസിക്കണം. മലക്കുകൾ നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മൾ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും ഉള്ളതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? സംശയം കൂടാതെ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കണം. ആ വിശ്വാസം എന്താണ്? ഗൈബിയായ വിശ്വാസമാണ്. ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നില്ല, അനുഭവിക്കുന്നില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഉറച്ചു വിശ്വസിക്കും. ആരെങ്കിലും മലക്കുകളില്ല എന്ന് വിശ്വസിച്ചാൽ അവന്റെ ഹുക്ം എന്താണ്? അവൻ കാഫിറാണ്. മലക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടി ഇല്ല എന്നൊരുത്തൻ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരാൾക്ക് സംശയമുണ്ട്,
മലക്കുകൾ ഉണ്ടോ ഇല്ലേ സംശയം, ആ സംശയവും കുഫ്റാണ്. മലക്കുകൾ ഇല്ല എന്ന് വിശ്വസിക്കലും മലക്കുകൾ ഉണ്ടോ ഇല്ല എന്നുള്ള സംശയം അത് കുഫ്റാണ്. അൽ കുഫ്റു ബിശക്ക് എന്ന് പറയും. അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾക്ക് ഉറച്ച വിശ്വാസമുണ്ടാകണം, ഒരു സംശയം ഉണ്ടാകരുത്, ഉറച്ചു വിശ്വസിക്കണം. സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ ഫഖദ് ضل ضلالا بعيدا. ആരാണോ അല്ലാഹുവിലും മലക്കുകളിലും അവന്റെ കിതാബുകളിലും അവന്റെ റസൂലുമാരിലും അന്ത്യദിനത്തിലും ആരാണോ അതിനെ നിഷേധിക്കുന്നത് ഫഖദ് ضل ضلالا بعيدا, അവൻ അങ്ങേയറ്റം വഴികേടിലായിരിക്കുന്നു എന്ന് സൂറത്തുൻ നിസായിൽ അല്ലാഹു തആല പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, മലക്കുകളിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കണം. അൽ ഈമാനു ബിവുജൂദിഹിം. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലക്കുകളെ അല്ലാഹു തആല എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? പ്രകാശത്തിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖുലിഖത്തിൽ മലായികതു മിൻ നൂർ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ്. മലക്കുകളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ്. മലക്കുകൾ അവരെവിടെയാണ് താമസിക്കുന്നത്? എവിടെയാണ് അവരുടെ സ്ഥലം? അവരുടെ മസ്കൻ, അവരുടെ വാസസ്ഥലം എവിടെയാണ്? പണ്ഡിതന്മാർ ഈ മലക്കുകളുടെ വിശ്വാസത്തിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. അവരെവിടെയാണ് താമസിക്കുന്നത്, എവിടെയാണ് അവരുള്ളത്? അവരുടെ മസ്കൻ എന്ന് പറഞ്ഞാൽ അത് ആകാശലോകത്താണ്. അതുപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്വം അതനുസരിച്ച് അവർ ഭൂമിയിലിറങ്ങും. ഓരോ സന്ദർഭത്തിലും അവർ കേൾപ്പിക്കപ്പെട്ട ജോലിയുടെ ഭാഗമായി അവരിവിടെ പല സ്ഥലങ്ങളിലായി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവരുണ്ടാകും. മൊത്തത്തിൽ അവരുടെ മസ്കൻ എവിടെയാണെന്ന് പറയുമ്പോൾ ഉപരിയിലാണ്, മുകളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മാ ഫീഹാ മൗദിഉ അർബഇ അസ്ഹാബിഅ ഇല്ലാ വമലകുൻ വാദിഉൻ ജബ്ഹതഹു സാജിദൻ ലില്ലാഹ്. 4 വിരൽ വെക്കാനുള്ള ഒരു ഇടം ആകാശലോകത്തുണ്ട്. അവിടെ സുജൂദില, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന അവസ്ഥയിൽ, നെറ്റിത്തടം നിലത്ത് വെച്ച അവസ്ഥയിൽ അവിടെ മലക്കുകൾ ഉണ്ടാകും. ഈ ഹദീസാണ് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുള്ളത്. ആകാശലോകത്താണ് മലക്കുകളുടെ വാസസ്ഥലം എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത്, മലക്കുകളിലെ വിശ്വാസം 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിൽ രണ്ടാമത്തേത് അൽ ഈമാനു ബിമൻ അലിം നസ്മഹു മിൻഹും ബിസ്മിഹി കജിബ്രീൽ വമൻ ലം നഅലം ഇസ്മഹു നുഅ്മിനു ബിഹി ഇജ്മാലൻ. എന്താ അതിന്റെ അർത്ഥം? അൽ ഈമാനു ബിമൻ അലിം നസ്മഹു ബിസ്മിഹി കജിബ്രീൽ. മലക്കുകളുടെ കൂട്ടത്തിൽ അവരുടെ പേര് എന്താണ് എന്ന് പ്രമാണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള മലക്കുകളുണ്ട്. അങ്ങനെയുള്ള മലക്കുകൾ അവരുടെ പേരോടുകൂടി തന്നെ വിശ്വസിക്കണം. അൽ ഈമാൻ വിശ്വസിക്കലാണ്. ബിമൻ അലിംന ഇസ്മഹു, പേര് നമ്മൾ മനസ്സിലാക്കിയ മലക്കുകളെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കണം. ബിസ്മിഹി, ആ പേരോടുകൂടി തന്നെ വിശ്വസിക്കണം. ജിബ്രീൽ, ജിബ്രീലിനെ പോലെ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ട്, ആ മലക്കിന്റെ പേര് ജിബ്രീലാണ് എന്ന് വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസിലും സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ പേര് പറഞ്ഞിട്ടുള്ള മലക്കുകൾ ആ പേരടക്കം വിശ്വസിക്കണം. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ട്, ആ പേരുൾപ്പെടെ നമ്മൾ വിശ്വസിക്കണം. വമൻ ലം നഅലം ഇസ്മഹു, എന്നാൽ അവരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് പേരറിയാത്തത്, നുഅ്മിനു ബിഹിം, അവരെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കും. ഇജ്മാലൻ, മൊത്തത്തിൽ. പേര് പറയാത്ത മലക്കുകളെ മൊത്തത്തിലും
പേര് പറഞ്ഞ മലക്കുകളെ പേരോടുകൂടിയും നമ്മൾ എന്ത് ചെയ്യും? വിശ്വസിക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ മസാലകൾ പറയണം? പേര് പറഞ്ഞ മലക്കുകൾ ഏതാണ്? പേര് പറയാത്ത മലക്കുകളുടെ എണ്ണം എത്രയാണ്? മലക്കുകളുടെ എണ്ണം എത്രയാണ്? അതിന് കണക്കില്ല. കണക്ക് അള്ളാഹുവിന് മാത്രമേ അറിയൂ. സൂറത്തുൽ മുദ്ദസിറിൽ അള്ളാഹ് പറഞ്ഞു, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ. അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിന് മാത്രമാണ് അവന്റെ സൈന്യത്തെക്കുറിച്ച് അറിയുകയുള്ളൂ. എത്രയുണ്ട് അതിന്റെ കണക്ക് അള്ളാഹുവിന് മാത്രമേ അറിയൂ. മലക്കുകൾ ധാരാളമുണ്ട്. മനുഷ്യന് മുമ്പ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടിയാണ്. അതേപോലെ തന്നെ അതിന്റെ എത്രത്തോളം മലക്കുകൾ, അതിന്റെ എണ്ണം, അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. ആകാശലോകത്തുള്ള നമുക്കറിയാം അൽ ബൈത്തുൽ മഅമൂർ, മലക്കുകൾ ഇബാദത്ത് ചെയ്യുന്ന ആൾപെരുമാറ്റമുള്ള ഭവനം എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അൽ ബൈത്തുൽ മഅമൂർ, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, യുസല്ലി ഫീഹി ഫീ കുല്ലി യൗമിൻ 70,000 മലക്കിൻ. ഓരോ ദിവസവും 70,000 മലക്കുകൾ അൽ ബൈത്തുൽ മഅമൂറിൽ വന്ന് നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ അവർ നിസ്കാരം കഴിഞ്ഞ് പുറത്തുപോയാൽ, ഹദീസിൽ ചില റിവായത്തിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, അവർ പുറത്തുപോയാൽ ലാ യഊദൂന ഇലൈഹി ആഖിറ മാ അലൈഹി, പിന്നെ അവർ തിരിച്ചു വരില്ല. ഒരു ദിവസം അവിടെ നിസ്കരിച്ച ആളുകൾ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് അവിടെ നിസ്കരിച്ച ആളുകൾ പിന്നീട് അവിടെ നിസ്കരിക്കുന്നില്ല. അപ്പൊ ഡെയിലി എല്ലാ ദിവസവും 70,000 മലക്കുകൾ അവിടെ നിസ്കരിക്കുന്നു. അപ്പൊ എത്ര? 20ന്റെ എണ്ണം. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഹദീസായിരിക്കും. നാളെ പരലോകത്ത് യുഅ്താ ബി ജഹന്നമ യൗമഇദിൻ, അന്ന ദിവസം നരകം കൊണ്ടുവരപ്പെടും. ലഹാ 70,000 സിമാമിൻ, അതിന് 70,000 കൊളുത്തുകൾ ഉണ്ടാകും. കൊളുത്ത്. മഅ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജുറൂനഹ, ഓരോ കുളത്തിലും 70,000 മലക്കുണ്ടാകും. 70,000 70,000 എത്ര? 490 കോടി മലക്കുകൾ ആണ് നരകത്തെ വലിച്ചു കൊണ്ടുവരിക എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഇനി പേര് വന്നിട്ടുള്ള മലക്കുകൾ പേരോടുകൂടി തന്നെ നമ്മൾ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ, വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും വന്നിട്ടുള്ള മലക്കുകൾ, പേരടക്കം വന്നിട്ടുള്ള മലക്കുകളുടെ എണ്ണം 8 എണ്ണമാണ്. 8 മലക്കുകളുടെ പേരാണ് കൃത്യമായി ഹദീസുകളിലും വിശുദ്ധ ഖുർആനിലും വന്നിട്ടുള്ളത്. ഒന്ന് ജിബ്രീൽ, നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റൊന്ന് മീകായിൽ, മറ്റൊന്ന് ഇസ്രാഫീൽ. ജിബ്രീൽ, ഇസ്രാഫീൽ, മീകായിൽ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, മൻ കാന അദുവൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാല. മീകായിൽ അതൊന്നാണ്. ജിബ്രീൽ, മീകായിൽ. فإن الله عدو للكافرين, സൂറത്തു അൽ ബഖറയിലെ 98-ാമത്തെ ആയത്ത്. അപ്പോൾ ഇതിൽ ജിബ്രീൽ, മീകായിൽ വന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥനയായി ചൊല്ലാറുള്ള സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്രാഫീൽ. അപ്പോൾ എന്ത്? ഇസ്രാഫീൽ, മീകായിൽ, ജിബ്രീൽ. ഇതൊക്കെ ഹദീസിൽ. അപ്പോൾ ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെയും റബ്ബ് എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പം ജിബ്രീൽ, ഇസ്രാഫീൽ, മീകായിൽ. പിന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണെന്ത്? ഖാസിനുന്നാർ, നരകത്തിനെ കാക്കുന്ന മലക്ക്, കാവൽക്കാരനായിട്ടുള്ള മലക്ക്. അത് സൂറത്തു സുഖ്റുഫിലെ 77-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക്.
ഖാല ഇന്നകും മാകിസൂൻ. ഇവിടെ യാ മാലിക്, നരകത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള മലക്കാണ്. അപ്പൊ എത്രയായി? 4. പിന്നെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒന്നാണെന്ത്? നക്കീർ വ മുൻകർ. നക്കീർ വ മുൻകർ. നാളെ ഖബറിൽ ചോദ്യം ചെയ്യാൻ വരുന്ന 2 മലക്കുകൾ. പ്രത്യേകം അറിയില്ലേ? അറിയാം. വിശദീകരണം സമയം ബാങ്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 12:45 വരുന്നത്. അപ്പൊ എത്രയും? നക്കീറും മുൻകറും 6 എണ്ണായില്ലേ? പിന്നെ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വമാ കഫറ സുലൈമാനു വലാകിന്ന അശ്ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ അസ്സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്. ഹാറൂത് മാറൂത്. ഈ 8 മലക്കുകളുടെ പേരാണ് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള, സംശയമില്ലാത്ത രൂപത്തിൽ വന്നിട്ടുള്ള മലക്കുകൾ. പിന്നെ സാധാരണ പറയാറുള്ള ചില ഒന്നാണ് സ്വർഗത്തെ ഖാസിനു അൽ ജന്ന, സ്വർഗത്തിന്റെ കാവൽക്കാരൻ റിദ്വാൻ എന്ന് പറയുന്ന മലക്ക്. ആ മലക്കിന്റെ പേര് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞു, അമ്മാ റിദ്വാൻ ഫമുവക്കലുൻ ബിൽ ജന്ന. റിദ്വാൻ, ആ മലക്ക് സ്വർഗത്തിന്റെ ഉത്തരവാദിത്തമുള്ള മലക്കാണ്. വസ്മുഹു ഹാദാ ലൈസ സാബിതൻ സുബൂതൻ വാദിഹൻ കസുബൂതി മാലിക്. മാലിക്കിന്റെ പേര് വിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ടതുപോലെ വ്യക്തമായി അദ്ദേഹത്തിന്റെ പേര് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ലകിന്നഹു മശ്ഹൂറുൻ ഇൻദ അഹ്ലിൽ ഇൽമി ബിഹാദൽ ഇസ്ം. നല്ലത് പണ്ഡിതന്മാരുടെ അടുത്ത് അറിയപ്പെട്ട പേരാണ്. പക്ഷേ അത് ആ പേര് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള, കാരണം ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസിൽ ചില ദുർബലതകളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലജ്നത്തു ദായിമ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്, ഹൽ റിദ്വാനു ഖാസിനുൽ ജന്ന വ ഐന വറദ ഇസ്മുഹു. റിദ്വാൻ എന്ന് പറയുന്നത് സ്വർഗത്തെ കാക്കുന്ന മലക്കാണോ? ആ പേര് എവിടെയാണ് വന്നിട്ടുള്ളത്? ഇതിന് മറുപടി കൊടുക്കുന്നത് സൗദി അറേബ്യയിലെ പണ്ഡിത ഫത്വ ബോർഡായിട്ടുള്ള ലജ്നത്തു ദായിമ കൊടുക്കുന്ന മറുപടി, അൽ മശ്ഹൂർ ഇൻദൽ ഉലമ അന്ന ഇസ്മ ഖാസിനിൽ ജന്ന റിദ്വാൻ. പണ്ഡിതന്മാരുടെ അടുത്ത് അറിയപ്പെട്ടതാണ് സ്വർഗത്തെ കാക്കുന്ന കാവൽക്കാരനായിട്ടുള്ള മലക്ക് റിദ്വാനാണ്. വജാഅ ദിക്റുഹു ഫീ ബഅദ് അഹാദീസ് അല്ലതി ഫീ സുബൂതിഹാ നദറുൻ. ചില ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്, പക്ഷേ ആ ഹദീസിന്റെ അത് സ്ഥിരപ്പെട്ടു എന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഈ റിദ്വാൻ എന്ന പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞ 8 എണ്ണത്തിൽ എന്തില്ല, അല്ലെങ്കിൽ അത് സ്ഥിരപ്പെട്ടതാണ്, ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന് മലക്കുൽ മൗത്ത് അസ്രായീൽ. അതിനെക്കുറിച്ചും പണ്ഡിതന്മാർ പറയാറുള്ളത്, വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസുകളിലോ ഈ പേര് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത് എന്താണ്? മരണത്തിന്റെ മലക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഖുൽ യതവഫാകും മലക്കുൽ മൗത്ത് എന്നാണ് വന്നിട്ടുള്ളത്. എന്നാൽ അസ്രായീൽ എന്നുള്ള പേര് വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസിലോ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ചില ഇസ്രാഈലിയാത്ത് അതിലാണത് വന്നിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ പേര് പറയാതിരിക്കലാണ് സൂക്ഷ്മത. എന്താ പറയേണ്ടത്? മലക്കുൽ മൗത്ത് എന്ന് പറയലാണ്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. തയ്യിബ്. അതേപോലെ തന്നെ മറ്റൊരു മലക്കുകളുടെ പേര് പറയുന്നിടത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് റഖീബ് അതീദ്. അത് മലക്കുകളുടെ പേരാണ് എന്നുള്ള അഭിപ്രായത്തെക്കാൾ ശരിയായിട്ടുള്ളത് എന്താണ്? അത് ആ മലക്കുകളുടെ വിശേഷണമാണ്, പേരല്ല. അത് ആ മലക്കുകളുടെ വിശേഷണമാണ്, പേരല്ല എന്നുള്ളതാണ്. തയ്യിബ്. അപ്പോ രണ്ടാമത്തെ കാര്യം എന്താണ്? മലക്കുകൾ
പേരോട് കൂടി വന്നിട്ടുള്ള മലക്കുകളെ കുറിച്ച് ആ പേരുൾപ്പെടെ നമ്മൾ വിശ്വസിക്കണം. ജിബ്രീൽ, ഇസ്രാഫീൽ, മിഖായിൽ, മാലിക്, നക്കീർ, മുൻകർ, ഹാറൂത്ത്, മാറൂത്ത്. അതല്ലാത്ത പേര് പറയപ്പെടാത്ത അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരുപാട് മലക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവരെ കുറിച്ച് മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കണം. അസ്സാലിസു, മൂന്നാമത്തേത്, അൽ ഈമാനു ബിമാ അലിംനാ മിൻ സിഫാതിഹിം. മലക്കുകളുടെ വ്യത്യസ്തമായ വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിശേഷണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത് അൽ ഈമാനു വിശ്വസിക്കലാണ്, ബിമാ അലിംനാ മിൻ സിഫാതിഹിം, അവരുടെ വിശേഷണങ്ങളായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതിന്, അറിഞ്ഞതിന് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. എങ്ങനെയാണ് അറിയാം? മലക്കുകൾക്ക് ഇന്ന വിശേഷണമുണ്ട് എന്നുള്ളത് എങ്ങനെ അറിയാം? ഒരാൾക്ക് ഇജ്തിഹാദ് ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല. വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ടോ, സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ടോ, അത്ര തന്നെ. ഈ ഗൈബിയായ വിഷയങ്ങളിൽ നമ്മൾ കാട് കയറി ചർച്ച ചെയ്യുന്നതിന് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? എതിർത്തിട്ടുണ്ട്. റഖീബ് അതീദ് എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകൂലേ എന്നുള്ള ചർച്ച ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഈ മലക്കുകൾ, നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ് ആയത്തിന്റെ അർത്ഥത്തിൽ നിന്ന് ലാഹിറായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ചില പണ്ഡിതന്മാർ പറഞ്ഞു ചില സമയത്താണ് അവർ വരിക, അള്ളാഹു കൽപ്പിക്കുമ്പോഴാണ് വരിക. അതുപോലെ തന്നെ അവർ മോശപ്പെട്ട സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരുണ്ടാകൂല, ഭാര്യയുമായി ലൈംഗികവേഴ്ച നടത്തുമ്പോൾ ഉണ്ടാകൂല, അതേപോലെ തന്നെ ടോയ്ലറ്റിൽ പ്രവേശിക്കുന്നുണ്ടാകൂല. ഇങ്ങനെയുള്ള ചർച്ച ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയും, അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. മലക്കുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് അത് വിശ്വസിക്കുക. സഹീഹായ ഹദീസുകൾ എന്ത് വന്നിട്ടുണ്ട് അത് വിശ്വസിക്കുക. അതിനപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല. പ്രമാണങ്ങളിൽ വന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് കാട് കയറി ചർച്ച ചെയ്യാനോ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോ ഇത് നമ്മൾ പഠിക്കണം. ഇത് മലക്കുകളുടെ വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും വന്നത് നമ്മൾ വിശ്വസിക്കണം. വിശുദ്ധ ഖുർആനിൽ വന്നു, നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. സഹീഹായ ഹദീസിൽ വന്നു, വിശ്വസിക്കൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ നാലാമത്തെ കൂടി പറയാൻ, എന്നിട്ട് നമുക്ക് പറയാം അൽ ഈമാനു ബിമാ അലിംനാ മിൻ അഅമാലിഹിം. അൽ ഈമാനു വിശ്വസിക്കലാണ്, ബിമാ അലിംനാ മിൻ അഅമാലിഹിം, അവരുടെ അമലുകളിൽ നിന്ന്, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ പ്രമാണങ്ങളിലൂടെ എന്താണ് മനസ്സിലാക്കിയത് അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. ആദ്യം പറഞ്ഞ വിശേഷണങ്ങളാണ്, പിന്നെ പറഞ്ഞത് അവർ ചെയ്യുന്ന അമലുകൾ. മലക്കുകൾ പല പണിയും ചെയ്യുന്നുണ്ട്, പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. മലക്കുകളുടെ വിശേഷണങ്ങൾ പലതും വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും വന്നിട്ടുണ്ട്. തയ്യിബ്, അപ്പൊ നമുക്ക് കുറച്ച് പറയാം. മലക്കുകൾ എല്ലാവരും ഒരേ ദറജയിലല്ല. അവരുടെ ഫദ്ലിൽ, മഹത്വത്തിൽ, ശ്രേഷ്ഠതയിൽ തഫാവുത്തുണ്ട്, വ്യത്യാസമുണ്ട്. സാലിഹ് ആലു ശൈഖ് ഹഫിളഹുല്ലാഹ് പറയാണ്, അഫ്ദലുഹും സലാസ. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായിട്ടുള്ള മലക്കുകൾ മൂന്നാളുകളാണ്. ജിബ്രീൽ. ഏറ്റവും ശ്രേഷ്ഠതയുള്ള മലക്കാരാണെന്ന് ചോദിച്ചാൽ ജിബ്രീലാണ്. സയ്യിദുൽ മലായിക എന്ന് പറയും, മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം. ثم അദ്ദേഹം പറയും, സാലിഹ് അൽ ശൈഖ് പറയും, ثم ഇസ്രാഫീൽ, പിന്നെ ഇസ്രാഫീലാണ്. ثم മീകായിൽ, പിന്നീട് മീകായിലാണ്. നാളെ കാഹളത്തിൽ ഊതാൻ ഉത്തരവാദിത്തമുള്ള ഇസ്രാഫീൽ, അതുപോലെ തന്നെ പിന്നീട് മീകായിൽ.
മലക്കുകളുടെ ചില വിശേഷണങ്ങൾ. മലക്കുകൾ ആണാണോ പെണ്ണാണോ? മലക്കുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അവർ ആൺവർഗമാണ് എന്നോ പെൺവർഗമാണ് എന്നോ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയാണ്, അൽ മലായികതു ലൈസു ദുകൂറൻ വല ഇനാസ. മലക്കുകൾ ആൺവർഗമോ പെൺവർഗമോ അല്ല. വലാ യഅകുലൂന വലാ യശ്റബൂന വലാ യതനാകഹൂന വലാ യതവാലദൂൻ. മലക്കുകൾ തിന്നുകയില്ല, കുടിക്കുകയില്ല, വിവാഹം കഴിക്കുകയില്ല, മക്കൾ ഉണ്ടാവുകയില്ല. അപ്പോ മലക്കുകളെ കുറിച്ച് ആണാണോ പെണ്ണാണോ എന്ന് എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല. മലക്കുകളെ സംബന്ധിച്ച് തെറ്റായൊരു ഗുരുതരമായ വിശ്വാസം ഉണ്ടായിരുന്നു. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വിശ്വസിച്ചിരുന്നവർ. അള്ളാഹു തആല എന്താ വജഅലുൽ മലായികതല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ. അള്ളാഹുവിന്റെ അടിമകളായ മലക്കുകളെ അവർ പെൺമക്കളാക്കി. അശഹിദു ഖൽഖഹും, അവരവരുടെ സൃഷ്ടിപ്പിന് സാക്ഷികളായിട്ടുണ്ടോ? അവര് പെൺകുട്ടികളാണ്, പെൺവർഗമാണ് എന്ന് പറയാൻ അവരുടെ സൃഷ്ടിപ്പിന് അവർ സാക്ഷികളായിട്ടുണ്ടോ എന്നുള്ള ചോദിക്കുന്നു. അപ്പോ മലക്കുകളെക്കുറിച്ച് ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ പറയേണ്ടതില്ല. മലക്കുകൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ സൃഷ്ടികളാണ്. അവർക്ക് തീറ്റയില്ല, കുടിയില്ല, അവർ വിവാഹം ചെയ്യുകയില്ല, കുട്ടികളുണ്ടാവുകയില്ല. അതേപോലെ തന്നെ അവരുടെ ഒരു വിശേഷണമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്, അവർ ഭംഗിയുള്ളവരാണ്. അവർ ഭംഗിയുള്ളവരാണ്. അല്ലമഹു ശദീദുൽ ഖുവ ദൂ മിർറത്തിൻ ഫസ്തവ. ഇവിടെ ദൂ മിർറ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് വിശേഷിപ്പിക്കുക. ദൂ മിർറ, അദ്ദേഹം ദൂ മിർറത്താൻ, മിർറത്താൻ, ദൂ മിർറത്താൻ എന്ന് പറഞ്ഞാൽ ദൂ മൻദറിൻ ഹസൻ, നല്ല കാണാൻ ഭംഗിയുള്ളവനാണ്. ദൂ മിർറ എന്ന് പറഞ്ഞാൽ എന്താ? ദൂ മൻദറിൻ ഹസൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ തഫ്സീറാണ്. ദൂ മിർറത്തിൻ എന്ന് പറഞ്ഞാൽ ദൂ മൻദറിൻ ഹസൻ, കാണാൻ ഭംഗിയുള്ളവനാണ്. അപ്പോൾ മലക്കുകൾ പൊതുവെ കാണാൻ ഭംഗിയുള്ളവരാണ്. അതവരുടെ സൃഷ്ടിപരമായ ഒരു വിശേഷണമാണ്. അതുപോലെ തന്നെ മലക്കുകൾക്ക് ചിറകുണ്ട് എന്ന് വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ് ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹ. ഉലി അജ്നിഹ എന്ന് പറഞ്ഞാൽ എന്താ? ചിറകുള്ളവർ. മസ്ന വസുലാസ വറുബ. ഇവിടെ ശുദ്ധ ഖുർആൻ ചിറകുള്ളവർ എന്നാണ് മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടതിനെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീല ലഹു 600 ജനാഹിൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ 2 തവണയാണ് യഥാർത്ഥ രൂപത്തിൽ കണ്ടത്. അതിനെക്കുറിച്ച് ഇബ്നു മസ്ഊദ് എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ലഹു 600 ജനാഹിൻ. ജിബ്രീലിന് 600 ചിറകുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ മലക്കുകളുടെ സൃഷ്ടിപ്പ്, അതിൽ അവർ വലിയ സൃഷ്ടികളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ വലിയ സൃഷ്ടികളാണ് മലക്കുകൾ എന്നുള്ളത് നമ്മൾക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ഇതിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം, മലക്കുകളുടെ സമറാത്തുൽ ഈമാൻ ബിൽ മലായിക, മലക്കുകളിലെ വിശ്വാസം, അത് നമ്മൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടം എന്താണ്? അതിൽ പ്രധാനപ്പെട്ടത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഖുദ്റത്താണ്, അള്ളാഹുവിന്റെ കഴിവ്. അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചു. ആ മലക്കുകളുടെ രൂപം, അവരുടെ ശക്തി,
അവരുടെ ആകാരം, വലുപ്പം ഒക്കെ നമ്മൾ മനസ്സിലാക്കും. അള്ളാഹുവിന്റെ ഖുദ്റത്താണ് അറിയിക്കുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹു സൃഷ്ടിച്ചതാണല്ലോ. അപ്പോൾ മലക്കുകളുടെ വിശ്വാസം പഠിക്കുന്ന പ്രധാനപ്പെട്ടൊരു ഫായിദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുദ്റത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദിന ലി അൻ ഉഹദ്ദിസ അൻ മലകിൻ മിൻ മലായികത്തില്ലാഹ്. ഒരു മലക്കിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ എനിക്ക് അനുവാദമുണ്ടായിട്ടുണ്ട്. മിൻ ഹമലത്തിൽ അർശ്, അള്ളാഹുവിന്റെ അർശിനെ വഹിക്കുന്ന ഒരു മലക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്നമാ ബൈന ശഹ്മതി ഉദുനിഹി ഇല ആതിഖിഹി മസീറത 700 ആമി. ഷഹ്മത്തുൽ ഉദുൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെവിക്കിട്ട് അവിടുന്ന് ഷോൾഡറിന്റെ ഭാഗത്തേക്ക് ഉള്ള ദൂരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിന്റെ അർശിനെ വഹിക്കുന്ന ഒരു മലക്കിന്റെ വലിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മലക്കിന്റെ ചെവി മുതൽ ഷോൾഡർ വരെയുള്ള ദൂരം മസീറതു 700 ആം, 700 വർഷം യാത്ര ചെയ്താലുള്ള ദൂരം, അത്ര ദൂരം. അപ്പം എന്തായിരിക്കും എൻ്റെ വലിപ്പം? സുബ്ഹാനല്ലാഹ്. അത് പറഞ്ഞ മലക്കുകളെ കുറിച്ചുള്ള പഠനം അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ, കഴിവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കുകയില്ല, പുറത്തുനിന്ന് കുടിക്കുകയില്ല എന്നുള്ളതൊക്കെ സ്ഥിരപ്പെട്ട കാര്യം. വിശുദ്ധ ഖുർആനിലും ഒക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അവർ ക്ഷീണിക്കുകയില്ല, അവർക്ക് മടുപ്പുണ്ടാവുകയില്ല, അവർ ക്ഷീണിക്കൂല. അല്ലാഹു തആല പറഞ്ഞു, യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാറ ലാ യഫ്തുറൂൻ. മലക്കുകൾ രാത്രിയും പകലും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്കൊരു മടുപ്പും ഉണ്ടാകില്ല, അവർ ദുർബലരാവുകയില്ല, അവർക്ക് മടുപ്പോ ക്ഷീണമോ ഉണ്ടാവുകയില്ല. അവർ അത് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞില്ല, മലക്കുകൾ അള്ളാഹു തആല സൃഷ്ടിച്ചില്ല ഇബാദത്തി, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്. അതിലവർക്ക് മടുപ്പോ ചടപ്പോ ഉണ്ടാവുകയില്ല, ക്ഷീണിക്കുകയില്ല. فالذين عند ربك يسبحون له بالليل والنهار وهم لا يسأمون. മലക്കുകളെ കുറിച്ച് വഹും ലാ യസ്അമൂൻ, അവർക്ക് മടുപ്പുണ്ടാവുകയില്ല, അതുപോലെ തന്നെ ക്ഷീണിക്കുകയില്ല. നേരത്തെ പറഞ്ഞു ലാ യഫ്തുറൂൻ, അവർക്ക് ക്ഷീണമോ തളർച്ചയോ ഉണ്ടാവുകയില്ല. ഇതൊക്കെ അവരുടെ വിശേഷണങ്ങളാണ്. ഇങ്ങനെ പല വിശേഷണങ്ങൾ മലക്കുകളെ കുറിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സമയം അവസാനിക്കാറായി. നാലാമത്തെ അൽ ഈമാനു ബിമാ അലിംനാ മിൻ അഅമാലിഹിം. അവരുടെ അമലുകൾ, അവർ ചെയ്യുന്ന പണികൾ, അതിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകണം. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം ഇബാദത്ത് ചെയ്യുന്നവരാണ്. വ്യത്യസ്തമായ രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. തസ്ബീഹ് നടത്തുന്നുണ്ട്. അല്ലാഹു തആല الذين يحملون العرش ومن حوله الذين يحملون العرش ومن حوله يسبحون بحمد ربهم. അപ്പോൾ അർശിനെ വഹിക്കുന്ന മലക്കുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു. അവർക്ക് ചുറ്റുമുള്ള അർശിന് ചുറ്റും മലക്കുകളെ കുറിച്ച് പറഞ്ഞു, യുസബ്ബിഹൂന, അവർ തസ്ബീഹ് നടത്തുന്ന ആളുകളാണ് എന്ന്. ബിഹംദി റബ്ബിഹിം, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്തുന്ന മലക്കുകൾ എന്ന് പറഞ്ഞു. സൂറത്ത് ഗാഫിറിൽ, സൂറത്ത് ശൂറയിൽ പറഞ്ഞു വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. അപ്പോൾ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അമലാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്, അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. ഇങ്ങനെ പല അമലുകളും അവർ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മലക്കുകൾ വിശ്വാസികളെ സ്നേഹിക്കും. മലക്കുകൾ വിശ്വാസികളെ സ്നേഹിക്കുക അതിൽ അവർ ചെയ്യുന്ന പണിയാണ്. നമുക്കറിയാവുന്ന ഹദീസ്, ഇദാ അഹബ്ബ അല്ലാഹു അബ്ദൻ നാദാ ജിബ്രീൽ.
അള്ളാഹു തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനെ വിളിക്കും. എന്നിട്ട് അള്ളാഹ് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു. അള്ളാഹു ഇന്ന അടിമയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് താങ്കളും അവരെ ഇഷ്ടപ്പെടുക. ഫയുഹിബ്ബുഹു ജിബ്രീൽ. അപ്പൊ ജിബ്രീൽ അയാളെ ഇഷ്ടപ്പെടും. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ ജിബ്രീൽ ഇഷ്ടപ്പെടുന്നു. അവരുടെ പണിയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഫയുനാദി ജിബ്രീലു ഫി അഹ്ലി സമ, ആകാശ ലോകത്ത് ഉള്ള മലക്കുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജിബ്രീൽ പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹു. അള്ളാഹു ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഭൂമിയിൽ, അതുകൊണ്ട് നിങ്ങളും അവരെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമ, ആകാശലോകത്തുള്ള മലക്കുകളൊക്കെ അയാളെ ഇഷ്ടപ്പെടും. സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, പിന്നെ ഭൂമിയിൽ അവന് ഒരു സ്വീകാര്യത ലഭിക്കും എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അവരൊരു പണിയാണ് ഇഷ്ടപ്പെടുക, വിശ്വാസികളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അവർ ചെയ്യുന്ന ഒരു അമലാണ്. മറ്റൊന്നെന്താണ്? വിശ്വാസികൾക്ക് വേണ്ടി അവർ സ്വലാത്ത് ചെയ്യും, സ്വലാത്ത് ചൊല്ലും, പ്രാർത്ഥിക്കും. ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്കുകൾ സ്വലാത്ത് ചെയ്യുന്നു, മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വന്നതുപോലെ തന്നെ മലക്കുകളുടെ സ്വലാത്ത് ലഭിക്കുന്ന പല അമലുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്താണ്? ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലസ് സമാവാതി വൽ അർദ് ഹത്ത അൻ-നംല ഫി ജുഹ്രിഹ. അല്ലാഹു തആല മലക്കുകൾ, ആകാശലോകത്തുള്ള ഭൂമിയിലുള്ള ആളുകൾ, മാളത്തിലുള്ള ഉറുമ്പ് വരെ എന്തു ചെയ്യും? അല്ലാഹു തആല സ്വലാത്ത് ചെയ്യും, അതുപോലെ തന്നെ മലക്കുകൾ സ്വലാത്ത് ചെയ്യും. വഹത്തൽ ഹൂത്, മത്സ്യം വരെ, ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസ് അൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാകും. അള്ളാഹു സ്വലാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് അയാളെ പുകഴ്ത്തും. അതുപോലെ തന്നെ മലക്കുകൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്ന് ആർക്ക്? ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന, നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി. അങ്ങനെ നിരവധി കർമ്മങ്ങളുണ്ട് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നത്. അത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർ ചെയ്യുന്ന മറ്റൊരു പണിയാണെന്ത്? പ്രാർത്ഥിക്കുക, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ചില കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. അതുപോലെ തന്നെ ഇൽമിന്റെ സദസ്സുകൾ അന്വേഷിച്ചവർ നടക്കും, അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകൾ അന്വേഷിച്ചവർ നടക്കും, അവിടെ അവർ ഹാജരാകും. അതുപോലെ തന്നെ നമുക്കറിയാം, യൗമുൽ ജുമ, വെള്ളിയാഴ്ച ദിവസം മലക്കുകൾ അവിടെ പങ്കെടുക്കുന്നയാളുടെ പേര് രേഖപ്പെടുത്തും. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ മലക്കുകൾ ചെയ്യുമെന്നുള്ളതൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും മലക്കുകൾ ചെയ്യുന്ന പണികൾ അതിൽ നമ്മൾ വിശ്വസിക്കണം. മറ്റൊന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നമ്മൾ വുദൂഓട് കൂടി ഉറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ അല്ലാഹു തആല ഒരു മലക്കിനെ നിശ്ചയിക്കും. ആ മലക്ക് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, തഹ്ഹിറു ഹാദിഹിൽ അജ്സാദ് തഹറകുമുല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ ശരീരം വൃത്തിയാക്കുക, അല്ലാഹു നിങ്ങളെ വൃത്തിയാക്കും. ഫഇന്നഹു ലൈസ അബ്ദുൻ يبيت طاهرا إلا بات معه ملك في شعاره لا ينقلب ساعة من الليل إلا قال اللهم اغفر لعبدك فإنه بات طاهرا. വുദൂഓടുകൂടി ഒരുത്തൻ കിടന്നാൽ അവന്റെ വിരിപ്പിൽ ഒരു മലക്കുണ്ടാകും. അവൻ എണീൽക്കുമ്പോൾ മലക്ക് ദുആ ചെയ്യുമെന്നാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക്, അല്ലാഹു നിന്റെ അടിമക്ക് നീ പുറത്തു കൊടുക്കണം. ഫഇന്നഹു ബാത താഹിർ, അവൻ വുദൂഓടുകൂടിയാണ് ഉറങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മലക്ക്
അവനു വേണ്ടി പ്രാർത്ഥിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോ മലക്കുകളുടെ ചില കർമ്മങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിശദമായിട്ട് പഠിക്കണം. സമയം തീരാനായി. വിശദമായിട്ട് നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ അവരുടെ വിശേഷണങ്ങളായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതേപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളായി വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത് നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആനിൽ ഉള്ളതാണോ സഹീഹായ ഹദീസിലുള്ളതാണോ നിർബന്ധമായിട്ടും വിശ്വസിക്കണം. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. അപ്പോ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും മലക്കുകളുടെ വിശേഷണമായി വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മൾ ചെറിയ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് നമ്മൾ വിശ്വസിക്കണം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും മലക്കുകൾ ചെയ്യുന്ന പണികൾ അത് നമ്മൾ പഠിക്കണം, എന്നിട്ട് നമ്മൾ വിശ്വസിക്കണം. ഇതാണ് മൂന്നാമത്തെയും നാലാമത്തെയും കാര്യമായി ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അവസാനമായി മലക്കുകളുടെ വിശ്വാസം അത് നമ്മൾക്ക് നൽകുന്ന വലിയ ഗുണം, പ്രധാനപ്പെട്ട പല ഗുണങ്ങൾ, അതിൽ 2-3 കാര്യങ്ങൾ പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൽ ഈമാനു ബിഅദമത്തിൽ ഖാലിഖ് സുബ്ഹാനഹു വ ഖുദ്റതിഹി, അല്ലാഹുവിന്റെ മഹത്വം, അല്ലാഹുവിന്റെ ഖുദ്റത്ത്, അല്ലാഹുവിന്റെ കഴിവ്, അതിലുള്ള വിശ്വാസമാണ്. ലിഅന്നഹു ഖലഖ കസീറൻ മിനൽ മഖ്ലൂഖാത്തി അല്ലതി ലാ നറാഹാ കൽ മലായിക, നമ്മൾക്ക് കാണാൻ പറ്റാത്ത പല സൃഷ്ടികളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല മലക്കുകളെ കുറിച്ച് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ, അവരുടെ സൃഷ്ടിപ്പിന്റെ അവസ്ഥ പഠിപ്പിക്കുമ്പോൾ ഈ മലക്കുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ അവനെ സൃഷ്ടിച്ച അല്ലാഹുവിന്റെ വലിപ്പം എത്രയായിരിക്കും, അവന്റെ കഴിവെത്രയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ബോധ്യപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. രണ്ടാമത്തെ കാര്യം
താഅത്തുല്ലാഹി തആല ഇഖ്തിദാഅൻ ബിൽ മലായിക അല്ലദീന ലാ യഅസൂന അല്ലാഹ്. അല്ലാഹുവിനെ അനുസരിക്കുക എന്നുള്ള കാര്യം മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസത്തിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഫായിദയാണ്. കാരണം മലക്കുകളെ കുറിച്ച് അല്ലാഹു എന്താ പറഞ്ഞത്? ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അവർ അല്ലാഹുവിനെ ധിക്കരിക്കുകയില്ല, അനുസരണക്കേട് കാണിക്കുകയില്ല. നമ്മളോടും അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യം എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിനെ ധിക്കരിക്കാതിരിക്കുക. അപ്പോൾ അല്ലാഹുവിന് ഒരു നിലക്കും ഒരു ചെറിയ അളവ് പോലും ധിക്കരിക്കാത്ത സൃഷ്ടികളാണ് അല്ലാഹുവിന്റെ മലക്കുകൾ. നമ്മളോ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച് അല്ലാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളില്ല. അല്ലാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാടില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് മാത്രം നമ്മൾ ചെയ്യും. എന്തു നമുക്ക് കുടിക്കാം, പക്ഷെ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അത് തന്നെ കുടിക്കണം ആളുകൾക്ക്. എത്ര മുസ്ലിം പേരുള്ള ആളുകളാണ് വിദേശത്ത് മദ്യപിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്കെന്തും കാണാം, പക്ഷെ കാണാൻ പാടില്ല. അന്യ സ്ത്രീകളെ കാണാൻ പാടില്ല. ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നതാണ് കൂടുതൽ, കാണാൻ പാടില്ലാത്ത കുറച്ചാണ്. എന്നാൽ ആ വൃത്തികേടുകൾ തന്നെ നമുക്ക് കാണണം. നമുക്കെന്തും കേൾക്കാൻ പാടില്ലാത്തത് വിലക്കപ്പെട്ട ഹറാമായ മ്യൂസിക് പോലെയുള്ള മറ്റൊരുപാട് രഹസ്യം പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ പാടില്ലാത്തതുള്ളൂ. പക്ഷെ നമ്മൾ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യും. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തെ ഒരു ഫായിദ മുറാഖബത്തുൻ നഫ്സി വമുഹാസബതുഹാ അലാ അയ്യി തസറുഫിൻ ഹത്താ ലാ തഖഅ ഫീ മഅസിയത്തിൻ തുസജ്ജിലുഹാ അൽ മലായികത്തു ഫീ സുഹഫി അഅമാലിന. നമുക്കൊരു ബോധം ഉണ്ടാകും. കാരണം അല്ലാഹു തആല നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. മലക്കുകൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തിന്മ ചെയ്യുമ്പോൾ നമുക്ക് ആ ബോധമുണ്ടാകണം. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അല്ലാഹു നിരീക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താനും മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഹായിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ മാത്രം, നമ്മൾ പറയുന്ന ഓരോ വാക്കും രേഖപ്പെടുത്താൻ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവർത്തനങ്ങളും സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അത് അൽ ഈമാൻ ബിൽ മലായിക ഇതിന് സഹായകമാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെറിയ രൂപത്തിൽ അൽ ഈമാൻ ബിൽ മലായിക മലക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും പല കാര്യങ്ങളും, അറിയാത്തത് ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകും. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ ഒരു അടിസ്ഥാനം നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം മിനിമം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അൽ ഈമാൻ ബിൽ മലായികത്തി യതദമ്മനു അർബഅത ഉമൂർ, 4 കാര്യങ്ങൾ മാത്രമല്ല, പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു. ആ 4 കാര്യം നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്താണ് മലക്കുകളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, മലക്കുകളിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ വിശ്വസിക്കണം. നമുക്ക് ഇത് പഠിക്കാൻ എളുപ്പമുണ്ട്. ഈ 6 വിശ്വാസങ്ങളും നമ്മൾ പഠിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനും എളുപ്പമുണ്ട്. അറബി തന്നെ പറയണം. മലയാളത്തിൽ നമ്മുടെ വീട്ടിലെടുത്ത് നമ്മളെ ഉമ്മമാരും ഉപ്പമാരും അവരൊക്കെ കാലങ്ങളായിട്ട് ഈമാൻ കാര്യം 6 ചൊല്ലി പഠിക്കുന്നുണ്ടാവും. പക്ഷെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയില്ല, പഠിപ്പിച്ചു കൊടുക്കും. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഉസുസു അൽ അഖീദ അൽ ഇസ്ലാമിയ അഖീദയുടെ അടിസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നാണ് ബാക്കിയുള്ള അതിൻ്റെ ഫുറൂഉകൾ വരുന്നത്. അതുകൊണ്ട് ഇത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. നമ്മൾ ശരിക്കും പഠിക്കുക, തെളിവുകൾ വെച്ച് പഠിക്കുക. എന്നിട്ടത് നമ്മൾ എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഈ ഒരു ഇരുത്തം അമലുൻ സാലിഹായി കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീൻ ശരിയാവണ്ണം പഠിച്ച് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അതിന് പഠിക്കാനും അമൽ ചെയ്യാനും ദഅവ നടത്തുമ്പോഴൊക്കെ സബർ അത്യാവശ്യമാണ്. അതിൽ ക്ഷമിക്കാനും
അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മളുടെ ഈ ഇരുത്തം കൊണ്ട് നമ്മുടെ പാപങ്ങൾ ഉറക്കപ്പെട്ട അവസ്ഥയിൽ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.